ജേക്സ് ചേട്ടാ നമസ്കാരം. ജേക്സ് ചേട്ടാ, ഈ സ്റ്റോറി കേട്ടപ്പോ ഐ നോബഡി ഫസ്റ്റ് മനസ്സിലേക്ക് വന്ന ഒരു മ്യൂസിക്കൽ തോട്ട് എന്താണ്? ഒരു മെലഡി ആണോ, ഒരു റിതം ആണോ, ഓർ എന്തെങ്കിലും ഒരു സിമ്പിൾ ഫീലിംഗ് ആണോ? ഈ കഥ കേട്ടപ്പോ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു മ്യൂസിക്കൽ തോട്ട് എന്താണ്? ഹലോ എവരിവൺ. ഒരു ഹലോ ഒക്കെ തിരിച്ചു പറയൂ, ഒന്ന് ചിയർ ചെയ്യൂ, ആ എനർജി ഒക്കെ ഒന്ന് കേൾക്കട്ടെ. നോബഡിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രീഫാണ്. നിസാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യങ് ഡയറക്ടേഴ്സ്, അപ്കമിങ് ഡയറക്ടേഴ്സിൽ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസാണ്. അപ്പോൾ സമീർ നിസാമിൻ്റെ ഒരു കോമ്പിനേഷനിൽ അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ തന്നെ ഐ വാസ് എക്സൈറ്റഡ്. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് മൂവീസ് അല്ല, ബട്ട് സംതിങ് ദാറ്റ് ഐ വുഡ് വാണ്ട് ടു കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റീൽ മെറ്റീരിയൽ വേണ്ട, വൈറൽ കണ്ടന്റ് വേണ്ട. ജേക്സ് ഈ പടത്തിന് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്താണ്. അത് തന്നെ ഒരു ഡ്രീം ബ്രീഫാണ്. അപ്പൊ നിസാമിന്റെ റോഷാക്കിൽ അറിയാം ഇംഗ്ലീഷ് പാട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഞങ്ങൾ ഹിന്ദി സോങ്സ് വെച്ചാണ്. കാരണം ഇതിന്റെ സബ്ജക്ട് ഒരു ഫാമിലി, സമീർ പറഞ്ഞ ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു രാജീവിന്റെയും വൈഫിന്റെയും കഥ. അപ്പൊ അതിനെ ഒരു ഒരു വളരെ വലിയൊരു സ്പേസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ നമ്മൾ ഹിന്ദിയാണ് ചൂസ് ചെയ്തത്. അപ്പം അതാണ് ഇതിന്റെ ടൈറ്റിൽ ട്രാക്ക്. ഒരുപാട് പേര് എന്തായാലും ജയിച്ചേട്ടൻ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് ഈ സിനിമയിൽ ഉണ്ടാവുന്ന പ്രതീക്ഷ, അതിനൊരു സസ്പെൻസ് ഉണ്ട്. അത് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. അതൊരാഴ്ച റിലീസ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിംഗർ അത് പാടിയിട്ടുമുണ്ട്. അപ്പം അത് രാജു പറയണമെങ്കിൽ ഇന്ന് പറയട്ടെ, ഞാനായിട്ട് ഇന്ന് പറയട്ടെ. അപ്പൊ നമുക്കായിട്ട് ഇനി സംഗതികൾ കാത്തിരിപ്പുണ്ട് എന്ന് സാരം. ഹാപ്പിയാണോ? ആണോ? പിന്നെ നോബഡിയില് നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് ദുരന്തർ. ദുരന്തറില് ടൈറ്റിൽ സോങ് പാടിയ സുധീർ ഇസ് ഹിയർ. സുധീർ, ഐ എം സോ ഹാപ്പി യു കെയിം ഓൾ ദ വേ ഫ്രം ഡൽഹി. താങ്ക് യു സോ മച്ച്. സുധീർ ആണ് നമ്മുടെ ടൈറ്റിൽ സോങ് വിത്ത് ഒരു പഞ്ചാബി ആർട്ടിസ്റ്റ് സിമറൻ ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു തമിഴ് റാപ്പർ കൂടെ പാടിയിട്ടുണ്ട്. സോ ഇതിൽ അങ്ങനെ ഒരു സിനിമ സൗണ്ട് ട്രാക്കിൽ വർക്ക് ചെയ്യുന്നതിലുപരി ഒരു ഇൻഡിപെൻഡന്റ് ആൽബം വർക്ക് ചെയ്യുന്ന ഫീലാണ്. ഒരു 5-8 പാട്ടുകളുണ്ട് സിനിമയിൽ. അപ്പൊ പല ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയുടെ ഞാൻ ഓവർ ബിൽഡപ്പ് ഒന്നും തരുന്നില്ല. ബട്ട് ഇറ്റ് വിൽ ബി എ ഡിഫറെന്റ് ഫിലിം. ഇറ്റ് ബി വൺ ഡിഫറെന്റ് ഫിലിം ദാറ്റ് യു വിൽ സീ ദിസ് ഇയർ. അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഫാമിലിക്കുള്ളതും ഒരു ആക്ഷൻ പാക്ട് സിനിമയാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇത് അഡ്രസ് ചെയ്യുന്ന സബ്ജക്ട് ഇസ് ഡിഫറെന്റ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് പൃഥ്വി, നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു പൃഥ്വിരാജ് സുമാനായിരിക്കില്ല. ഐ മീൻ ഇതില് രാജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇറ്റ് ബി ഒരു ന്യൂ പൃഥ്വിരാജ് സുമാരൻ. ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ആസ് എൻ ആക്ടറിലുപരി ഇതിലെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ടെക്നീഷ്യൻസിനെ അത്ര ട്രസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫ്രീഡം. ഒരു കാര്യത്തിലെ പ്രശ്നമുള്ളൂ, ഡെഡ് ലൈൻ പാലിക്കും. ഡെഡ് ലൈൻ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഞങ്ങൾ ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. എനിയോ നോബഡി വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഖലീഫ വരുന്നുണ്ട്. അപ്പം വിൽ ഹാവ് ഒരു പൃഥ്വി ബ്ലാസ്റ്റ് തന്നെ. ജേക്സേട്ടാ, ഈ എന്തൊക്കെ പൃഥ്വിരാജ് ജേക്സ് വിജയ് ഒന്നിച്ചിട്ടുണ്ടോ അതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. അതിനിപ്പോൾ ജേക്സേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജ് അത് തന്നെയായിരുന്നു രണം എന്ന സിനിമയിലും. കാരണം അതൊരു ഇന്റർനാഷണൽ ട്രാക്കാണ്, രണത്തിന്റെ ടൈറ്റിൽ ട്രാക്കാണ്. ഇറ്റ്സ് ബീൻ 10 ഇയർ അല്ലേ? 2016 രണം പറയുന്നത്, ഐ ഗസ് അല്ലേ? ഇറ്റ്സ് ബീൻ 10 ഇയർ. പൃഥ്വിരാജ് എന്നൊരു ആക്ടറിന് വേണ്ടി എപ്പോഴും കമ്പോസ് ചെയ്യും. അതിന് കടുവ വന്നു, വിലായത്ത് വന്നു, ആക്ടറിന് കമ്പോസ് ചെയ്യുമ്പോൾ വാട്ട് എക്സൈറ്റ് എന്തായിരിക്കും, എന്ത് പുതിയത് കൊടുക്കാൻ പറ്റും? അല്ല, ഞാൻ എൻ്റെ എല്ലാ സിനിമയിലും എൻ്റെ ഫസ്റ്റ് സിനിമ പോലെ ഞാൻ സത്യസന്ധമായിട്ട് അതിപ്പം രാജു എനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് തരുന്നതുകൊണ്ട് അതിലൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും ഐ അപ്രോച്ച് എവറി മൂവി ആസ് എ ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി. അപ്പം നോബഡിയിൽ ഞാനൊരു ഫ്രഷ് ടീമിനെ കാണുന്നു, അവരുടെ ഒരു എന്തൂസിയാസത്തിൽ പാർട്ടേക്ക് ചെയ്യുന്നു. നിസാമിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നിസാം സീനിനെ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം നിസാമിൽ നിന്ന് എന്ത് പഠിച്ച് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം ഇനിയും ഏത് സിനിമ വന്നാലും എനിക്ക് ആ എനർജി പോകരുത് എന്നുള്ളതാണ്. എല്ലാ സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെ കാണാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിയാക്ഷൻ? ഈ പാട്ട്, ഈ ഒരു ആന്തം കേട്ടതിന് ശേഷം ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അത് പൃഥ്വി തന്നെ പറയട്ടെ, ഞാൻ അത് പറയുന്നില്ല. ഇതിന്റെ ഇടയിൽ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ എന്തായാലും നടന്നിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? അല്ല, അതാണ് ക്രിയേറ്റീവ്. ഞാൻ കുറച്ച് മലയാളം പാട്ട് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തു. പക്ഷെ നിസാം ഭയങ്കര ക്ലിയറാണ്. നമുക്കിത് ഹിന്ദി പിടിക്കാം, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആന്തം ആയിക്കോട്ടെ. എനിക്ക് വൈറൽ പരിപാടിയൊന്നും വേണ്ട. ലെറ്റ്സ് ജസ്റ്റ് ഡു സംതിങ് ദാറ്റ്സ് ഡിഫറെന്റ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ ദ മൂവി. അപ്പൊ അത് നമുക്കൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അതൊരു ഫ്രീഡം, അതൊരു പുതിയൊരു പാട്ടുകളും പുതിയ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ലിബർട്ടി ഉണ്ട്. അത് തന്നെയാണ്.
ജെയ്സേട്ടാ. താങ്ക് യു ജെയ്സേട്ടാ. താങ്ക് യു. Waiting for you. Okay, now it's the time.